ഹലോ കൂട്ടുകാരെ, ഞാനൊന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ചോളം വെച്ചൊരു പക്കോടയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചോളം നന്നായി ക്ലീൻ ചെയ്യുക, അതിനുശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിനുള്ളിലൊരു വൈറ്റ് പാർട്ട് അത് കാണുന്നത് വരെ കട്ട് ചെയ്തെടുക്കാം. അതല്ല ഇതിനെ അടർത്തി മാറ്റി മുഴുവനായി എടുത്തിട്ടൊക്കെ ഉണ്ടാക്കാം. പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് തോന്നുന്നത് ഇതുപോലെ ഉണ്ടാക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഞാനിതിൽ ചേർത്തിട്ടുള്ള കൂട്ടുകളിലും നിങ്ങൾക്ക് മാറ്റം വരുത്താം. മല്ലി, വെളുത്തുള്ളി, വറ്റൽമുളക്, ജീരകമൊക്കെയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ആ മസാലയിലും നിങ്ങൾക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഇതുപോലെ മുഴുവനായിട്ട് കട്ട് ചെയ്ത് വെക്കുക. കട്ട് ചെയ്തിട്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 3 എടുത്തിട്ടുണ്ട്. ആ 3 നന്നായി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു മോശമില്ലാത്തൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. കുറച്ച് നന്നായിട്ട്, കാരണം കടലപ്പൊടിയും കാര്യങ്ങളൊക്കെ ഇതിൽ ചേർക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിനകത്തോട്ട് എണ്ണ ഒഴിക്കുക. അതായത് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിക്കണം. എന്നിട്ട് അതിനുശേഷം ഇതിനകത്ത് മുഴുവനായിട്ടുള്ള മല്ലി, ജീരകം, വറ്റൽമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റിയെടുത്ത് ഇതിനെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യണം. ക്രഷ് ചെയ്യുന്ന വീഡിയോ എൻ്റെ നിന്ന് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ക്രഷ് ചെയ്തത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം, ഈ ചോളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ മല്ലിയില കട്ട് ചെയ്തിട്ട് കൊടുക്കണം. കൂടെ തന്നെ കടലപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പക്കോട നന്നായിട്ട് കുഴച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണം. അതിനുശേഷം ഇതുപോലെ നന്നായി കുഴച്ചെടുത്തതിന് ശേഷം അതിനൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ മുന്നേ എടുത്തിട്ടുള്ള ആ ഫ്രൈ പാൻ ഉണ്ടല്ലോ, ആ ഫ്രൈ പാനിലേക്ക് തന്നെ വീണ്ടും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ആ എണ്ണ ചൂടാവുന്ന ഒരു ടൈമിൽ നമ്മൾ ഈ പക്കോടേൻ്റെ കൂട്ട് അതിനകത്ത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചിട്ടുണ്ടാവണം. കാരണം നമ്മൾ പക്കോട ആദ്യം വേവിക്കുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല, പച്ച തന്നെയാണല്ലോ ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് അതൊരു ഗോൾഡൻ ബ്രൗൺ ഒരു ഭാഗം ആവുന്ന ടൈമിൽ മറിച്ചിട്ട് കൊടുക്കുക. അതിനെ തിരിച്ചിട്ട് കൊടുത്ത് സാധാരണ നമ്മൾ പക്കോടൊക്കെ ഉണ്ടാവുന്ന അതേ രൂപത്തിൽ തന്നെ ഇതൊരു ഗോൾഡൻ കളറായി വരുന്ന ടൈമിൽ ഇതിനെ തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം 2 ഭാഗവും നന്നായി മൊരിഞ്ഞ് വരുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിൽ ഇതിനെ കോരി മാറ്റി വെക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്ന് വെച്ചാൽ നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചമുളകോ കാര്യങ്ങളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ നന്നായി കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.